എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇത് ചിക്കു ബേബി ഒരു നമ്മളെ സാധാ നമ്മളെ ഡോളായിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ബാക്കിലുണ്ടല്ലോ നല്ല രീതിയിൽ നമ്മളെ ഉണ്ട ചെമ്പരത്തി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളത് കൂടുതൽ നാട്ടിലേ കണ്ടിട്ടുള്ളൂ. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഉണ്ട ചെമ്പരത്തി കാണുന്നത്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പരത്തിയുടെ ഇന്ത്യ, ചൈന, മഡഗാസ്കർ, ഫിജി, ഹവായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഇതിൻ്റെ ഒറിജിനൽ പറയുന്നത്. അങ്ങനെ നമ്മൾ ചിക്കു ബേബി അതിൽ നിന്നൊരു പൂ പൊട്ടിച്ചേ. എന്നിട്ട് അവൾ അത് ഇങ്ങനെ എടുത്ത് പൂ പൊട്ടിച്ച് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമം നടത്തണം കേട്ടോ. ഒരു പൂ പൊട്ടിച്ചു, നിലത്തിട്ടു, വീണ്ടും ഒരു പൂ കൂടിയും പൊട്ടിക്കുകയാണേ. ചിക്കു ബേബിക്ക് പൂ വേണം എന്തായാലും. അങ്ങനെ ചിക്കു ബേബി ഒരു പൂ പൊട്ടിച്ച് ചിക്കു ബേബിക്ക് എന്തായാലും ആ പൂ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് പൊട്ടിക്കണം എന്നുള്ളതേ. അപ്പോൾ അതവൾ പൊട്ടിച്ചു. ഓക്കെ, വിചാരിച്ച് പൊട്ടിച്ചിട്ട് അത് കളിക്കായിരിക്കും എന്ന് വിചാരിച്ച് നമ്മളത് പൊട്ടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു മമ്മിക്ക് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ചേട്ടയ്ക്ക് കാണിക്കാനായിരിക്കും പോകുമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ചിക്കു ബേബി ഇവിടെ നിന്നിട്ട് എന്തോ ആലോചിക്കുന്നുണ്ടേ. എന്താണ് ആലോചിക്കുന്നതെന്ന് മനസ്സിലായില്ല. അങ്ങനെ ചിക്കു ബേബി പൂവും പൊട്ടിച്ച് വേഗം നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയേ. അങ്ങനെ ഇതാ വീടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടല്ലോ. നേരെ നമ്മളെ ദൈവത്തിൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് നമ്മളവിടെ പ്രാർത്ഥിക്കാറില്ല, അവിടെ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മളെ പൂവുണ്ടല്ലോ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചു. അവിടെ അത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ ചിക്കു ബേബി ആദ്യമായിട്ടാണ് അവിടെ അങ്ങനെ പൂ വയ്ക്കുന്നത്. എന്തായാലും കുട്ടികളുടെ ഉള്ളിൽ നമുക്കിങ്ങനെ ഒരു ഈശ്വരൻ്റെ ഒരു ആരാധന ഈ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഉളവാക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ സ്വമേധയാൽ ചെയ്തതാണ് കേട്ടോ ചിക്കു ബേബി, ഇത് ആരും പറയാണ്ട് തന്നെ. പക്ഷേ പ്രാർത്ഥിക്കുന്നതിനിടയിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒളി കണ്ടിട്ട് നോക്കുന്നുണ്ടായിരുന്നേ.